സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേയിലേക്ക് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്വാഗതം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു വിശുദ്ധന്റെ, അതും അത്തോസിലെ വിശുദ്ധ സിലുവാന്റെ ആഴമേറിയ ഒരു ആത്മീയ വെളിപാടിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതെ, താഴ്മയുടെയും ദൈവകൃപയുടെയും ഒരു പ്രത്യേക പാതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ചൊരു വെളിപാടുണ്ട്. നിന്റെ മനസ്സിനെ നരകത്തിൽ സൂക്ഷിക്കുക, എന്നാൽ നിരാശപ്പെടരുത്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും, അല്ലേ? തീർച്ചയായും. ആദ്യ കേൾവിയിലൊരു വിചിത്രമായി തോന്നാം, പക്ഷേ ഇതിന്റെ പിന്നിലെ ആഴം വലുതാണ്. താഴ്മയിലേക്കും നിത്യതയിലേക്കും ഇത് എങ്ങനെ നയിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിശുദ്ധ സൊഫ്രോണി ഇതെങ്ങനെ വിശദീകരിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോ വിശുദ്ധ സിലുവാന്റെ ജീവിതത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ യാത്ര അത്ര സുഗമമായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. തുടക്കക്കാരനായിരുന്നപ്പോഴും പിന്നെ അഹങ്കാരം തലപൊക്കിയപ്പോഴും ആത്മീയ ദർശനങ്ങളെന്ന പേരിൽ വഞ്ചിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല തീവ്രമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അനുസരണയോടെ ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്നിട്ടും പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെട്ടു. അതെ, എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ എന്ന് അദ്ദേഹം ഒരുപാട് വിലപിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 10 1 വാക്യം പോലൊരു തോന്നല്, കർത്താവേ, എന്തുകൊണ്ട് അങ്ങ് അകന്നു നിൽക്കുന്നു, ഈ കഷ്ടകാലത്തെന്താ മറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിലെ ഈ പോരാട്ടങ്ങൾ അത് പലർക്കും ഉണ്ടാവാം. എന്നാൽ ഈ പോരാട്ടങ്ങളുടെ നടുവിലാണ് ആ നിർണായക വെളിപാടുണ്ടാകുന്നത്, അല്ലേ? അതെ. ഒരു രാത്രിയിൽ അദ്ദേഹത്തിന്റെ ആ മുറി മുഴുവൻ പൈശാചിക ശക്തികളാൽ നിറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അപ്പോ അദ്ദേഹം വളരെ തീവ്രമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിച്ചു. ആത്മാവിലൊരു മറുപടി ലഭിച്ചു. ദൈവം പറഞ്ഞു, അഹങ്കാരികൾ എപ്പോഴും പിശാചുക്കളാൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അഹങ്കാരികൾ? അപ്പൊ താഴ്മയാണ് പ്രശ്നം? അതെ. താഴ്മ എങ്ങനെ നേടാമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോഴാണ് കർത്താവ് ആ വാക്കുകൾ വെളിപ്പെടുത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ, നിന്റെ മനസ്സിനെ നരകത്തിൽ സൂക്ഷിക്കുക, എന്നാൽ നിരാശപ്പെടരുത്. മനസ്സിനെ നരകത്തിൽ സൂക്ഷിക്കുക. ശരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മളെപ്പോഴും നരകത്തെക്കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കണം എന്നാണോ? അത് നിരാശയിലേക്ക് നയിക്കില്ലേ? നല്ല ചോദ്യമാണ്. ഇത് അക്ഷരാർത്ഥത്തിലെടുക്കാനുള്ള ഒന്നല്ല, മറിച്ച് നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ചും ദൈവത്തിൽ നിന്ന് അകന്നാൽ ഉണ്ടാകാവുന്ന ആ ഭയാനകമായൊരവസ്ഥയെക്കുറിച്ചുമുള്ള ഒരു തീവ്രമായ ബോധ്യം മനസ്സിൽ വേണം. ഞാൻ അത്ര ബലഹീനനാണ്, ദൈവകരുണയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന ചിന്ത. പക്ഷേ അതോടൊപ്പം തന്നെ ആ വെളിപാടിൻ്റെ 2ാം ഭാഗം ഓർക്കണം, നിരാശപ്പെടരുത്. ആ ബോധ്യം നമ്മളെ നിരാശയിലേക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ അളവറ്റ കരുണയിലുള്ള ആശ്രയത്തിലേക്കാണ് നയിക്കേണ്ടത്. എൻ്റെ അവസ്ഥ ഇതാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന കരുണയിലുള്ളൊരു ദൈവമുണ്ട് എന്ന ഉറച്ച വിശ്വാസം. അപ്പോ സ്വന്തം അവസ്ഥയുടെ യാഥാർത്ഥ്യവും ദൈവത്തിന്റെ കരുണയും ഒരുമിച്ചോർക്കണം. സങ്കീർത്തനം 34:18 ഓർമ്മ വരുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കൃത്യമായി. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ ഒരു തുലാസിൽ നിൽക്കുമ്പോഴാണ് അഹങ്കാരം ഇല്ലാതാവുന്നത്. സ്വന്തം ശക്തിയിലുള്ള ആശ്രയം പോയി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നൊരവസ്ഥ വരും. അതാണ് താഴ്മ. അപ്പോൾ ഈ ഒരു ചിന്ത, ഈ ഒരു മനോഭാവം കഷ്ടപ്പാടുകളെ സഹായിക്കുമോ? തീർച്ചയായും. കഷ്ടപ്പാടുകൾ വരുമ്പോൾ എൻ്റെ കുറവുകൾ കൊണ്ടാണോ അതോ ദൈവഹിതമാണോ എന്ന ചിന്ത വരും. പക്ഷേ ഈ ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ, അതായത് എൻ്റെ പാപാവസ്ഥയും ദൈവത്തിൻ്റെ കരുണയും ഓർക്കുമ്പോൾ സഹിക്കാനുള്ളൊരു ശക്തി കിട്ടും. കാരണം ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന വാഗ്ദാനം. വിശുദ്ധ സൊഫ്രോണി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടല്ലോ. സൊഫ്രോണി പറയുന്നത്, ഇതൊരു വെറും ഭാവനയോ രൂപകമോ അല്ല, ഇത് വിശുദ്ധ അന്തോണിയെപ്പോലുള്ള പിതാക്കന്മാർ അനുഭവിച്ചറിഞ്ഞ യഥാർത്ഥ ആത്മീയ യാതനയാണ്, ഒരു യഥാർത്ഥ പോരാട്ടമാണെന്നാണ്. അദ്ദേഹം അലക്സാൻഡ്രിയൻ ചെരുപ്പുകുത്തിയുടെ ഒരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട്, താഴ്മയുടെ ആഴം കാണിക്കാൻ. ആ ചെരുപ്പുകുത്തി പറഞ്ഞു, എല്ലാവരും രക്ഷിക്കപ്പെടും, ഞാൻ മാത്രം നശിക്കും. ഇത് കേൾക്കുമ്പോൾ നിരാശയാണെന്ന് തോന്നും. ശരിയാണ്. പക്ഷെ അതല്ല, അത് അത്രയധികം താഴ്മയുടെയും സ്വന്തം അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യത്തിന്റെയും ഒരു പ്രകടനമാണ്. ഞാൻ രക്ഷയ്ക്കൊട്ടു യോഗ്യനല്ല എന്ന പൂർണ്ണബോധ്യം. ഈ ഒരു താഴ്മ, ക്രിസ്തുവിന്റെ താഴ്മ, ലോകം മുഴുവൻ ഇത് ഉൾക്കൊണ്ടാൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് വിശുദ്ധ സിലുവാൻ ആഗ്രഹിച്ചു, അല്ലേ? അതെ, അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഈ സ്നേഹവും ഈ താഴ്മയും അറിയണമെന്ന്. ക്രിസ്തുവിൻ്റേതുപോലുള്ള താഴ്മയുണ്ടെങ്കിൽ ലോകം പെട്ടെന്ന് മാറും എന്നദ്ദേഹം വിശ്വസിച്ചു.
പക്ഷെ ഇത് വെറുതെ വായിച്ചെറിഞ്ഞാൽ പോരാ. പോരാ, ഇത് വ്യക്തിപരമായി അനുഭവിക്കണം. നരകയാതനയെക്കുറിച്ചുള്ള ആ ബോധ്യവും അതേസമയം ദൈവകൃപയുടെ ആശ്വാസവും ഒരുമിച്ച് അനുഭവിക്കുമ്പോഴാണ് ഈ പാതയുടെ ശരിയായ അർത്ഥം മനസ്സിലാവുക. അതൊരു അനുഭവമാണ്. അപ്പോൾ ഈ ഒരു ചിന്ത, സ്വന്തം ബലഹീനതയുടെ ആഴമറിയുക, അതേ ശ്വാസത്തിൽ ദൈവത്തിന്റെ അളവറ്റ കരുണയിൽ ആശ്രയിക്കുക, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു വഴികാട്ടിയാണല്ലേ? തീർച്ചയായും. നമ്മുടെ പ്രാർത്ഥനകളെയും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളെയും പരാജയങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയെയുമെല്ലാം ഇത് സ്വാധീനിക്കും. പ്രിയപ്പെട്ടവരെ, ഈയൊരു ചിന്ത നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ സിലുവാന്റെ മാതൃക പിന്തുടർന്ന് താഴ്മയിലും ദൈവകൃപയിലുമുള്ള ആശ്രയത്തിലും വളരാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ കരുണയുള്ള രക്ഷകനെ, അങ്ങയുടെ ദാസനായ വിശുദ്ധ സിലുവാന് അങ്ങ് വെളിപ്പെടുത്തിയ താഴ്മയുടെ പാത ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കാനും അതേസമയം അങ്ങയുടെ അളവറ്റ കരുണയിൽ ഒരിക്കലും നിരാശപ്പെടാതിരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അഹങ്കാരത്തിൽ നിന്നും ലോകത്തിൻ്റെ വ്യർത്ഥമായ മോഹങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധ സിലുവാനെ പോലെ അങ്ങയുടെ സ്നേഹത്തിലും താഴ്മയിലും ആഴപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലെ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും അങ്ങയിലുള്ള പ്രത്യാശയോടെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അവസാനം നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ആമേൻ. ഈ വചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളും അല്ലെങ്കിൽ വിശ്വാസ സാക്ഷ്യങ്ങളുമൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ soulfulscriptures@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ഓരോ പ്രതികരണങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ.